രാജ്യത്തെ ഏറ്റവും വലിയ ഇൻഷുറൻസ് ഭീമനായ LICയുടെ കൂടുതൽ ഓഹരികൾ വിൽക്കാൻ കേന്ദ്ര സർക്കാർ നീക്കം തുടങ്ങിയിരിക്കുന്നു. ലഭ്യമായ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് LICയുടെ 6.5% ഓഹരികൾ കൂടി വിപണിയിലൂടെ വിറ്റഴിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം. ഇതിലൂടെ ഏകദേശം 31,000 കോടി രൂപ സമാഹരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. കമ്പനിയുടെ പ്രൊമോട്ടർമാർ തങ്ങളുടെ കൈവശമുള്ള ഓഹരികൾ പൊതുവിപണിയിലൂടെ നേരിട്ട് വിൽക്കുന്ന രീതിയായ ഓഫർ ഫോർ സെയിൽ വഴിയാണ് ഈ ഓഹരി കൈമാറ്റം നടക്കുക. ഇതുവഴി കേന്ദ്ര സർക്കാരിന്റെ പക്കലുള്ള ഓഹരി പങ്കാളിത്തം വീണ്ടും കുറയും. രാജ്യത്തെ ഓഹരി വിപണിയിലെ ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കും. സെബിയുടെ നിയമങ്ങളനുസരിച്ച് ലിസ്റ്റഡ് കമ്പനികളിൽ പൊതുജന പങ്കാളിത്തം നിശ്ചിത ശതമാനമായി ഉയർത്തേണ്ടതുണ്ട്. ഈ ലക്ഷ്യത്തിലേക്കുള്ള നിർണായക ചുവടുവയ്പ് കൂടിയാണിത്. രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറയിൽ വലിയ സ്വാധീനമുള്ള സ്ഥാപനമാണ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ അഥവാ LIC. കോടിക്കണക്കിന് പോളിസി ഉടമകളുടെ വിശ്വാസമുള്ള ഈ സ്ഥാപനത്തിന്റെ ഓഹരി വിപണിയിലെ നീക്കങ്ങൾ അതീവ ശ്രദ്ധയോടെയാണ് നിക്ഷേപകർ വീക്ഷിക്കുന്നത്. സർക്കാരിന്റെ ഈ പുതിയ ധനസമാഹരണ നീക്കം രാജ്യത്തിന്റെ ധനക്കമ്മി നിയന്ത്രിക്കുന്നതിലും വലിയ പങ്കുവഹിക്കും. സർക്കാരിന്റെ പൊതുമേഖലാ ഓഹരി വിറ്റഴിക്കൽ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ ഈ നീക്കം നിർണായകമാകും. അതേസമയം ഒറ്റയടിക്ക് വലിയൊരു ശതമാനം ഓഹരികൾ വിപണിയിലേക്ക് വരുമ്പോൾ ഹ്രസ്വകാലത്തേക്ക് ഓഹരി വിലയിൽ ചെറിയ ചാഞ്ചാട്ടങ്ങൾ ഉണ്ടായേക്കാമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ വലിയ ഓഹരി വിൽപ്പനയുടെ പ്രധാനപ്പെട്ട ചില ഘടനകൾ ഇവയാണ്. ഒന്നാമതായി ഫ്ലോർ വില. ഒരു ഓഹരിക്ക് 382 രൂപയാണ് കേന്ദ്ര സർക്കാർ അടിസ്ഥാന വിലയായി നിശ്ചയിച്ചിരിക്കുന്നത്. നിലവിലുള്ള വിപണി വിലയേക്കാൾ ഏകദേശം 10% ഡിസ്കൗണ്ടിലാണ് ഈ വില നിശ്ചയിച്ചിരിക്കുന്നത്. 2. തീയതികൾ. സ്ഥാപന നിക്ഷേപകർക്കായി ചൊവ്വാഴ്ചയാണ് ഈ ഓഹരി വിൽപ്പന ആരംഭിച്ചത്. റീറ്റെയിൽ നിക്ഷേപകർക്ക് ബുധനാഴ്ച മുതൽ ഇതിൽ ഓഹരികൾക്കായി അപേക്ഷിക്കാം. മറ്റൊന്ന് ഗ്രീൻ ഷൂ ഓപ്ഷനാണ്. 2.5% ഓഹരികളുടെ അടിസ്ഥാന ഓഫറിന് പുറമെ അധിക ആവശ്യക്കാരുണ്ടായാൽ ഉപയോഗിക്കാൻ 4% വരെ വരുന്ന ഗ്രീൻ ഷൂ ഓപ്ഷനും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതുവഴി മൊത്തം 82 കോടിയിലധികം ഓഹരികളാണ് വിപണിയിൽ ലഭ്യമാകുന്നത്. എന്നാൽ സർക്കാരിന്റെ ഈ വലിയ പ്രഖ്യാപനത്തിന് പിന്നാലെ ഓഹരി വിപണിയിൽ LIC ഓഹരികൾക്ക് തിരിച്ചടി നേരിട്ടു. വിപണിയിൽ ഓഹരികളുടെ ലഭ്യത പെട്ടെന്ന് വർദ്ധിക്കുന്നതും നിലവിലെ കമ്പോള വിലയേക്കാൾ കുറഞ്ഞ നിരക്കിൽ ഓഹരികൾ വിൽക്കുന്നതും കാരണം LIC ഓഹരി വിലയിൽ 7 മുതൽ 8% ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഹ്രസ്വകാല നിക്ഷേപകരിൽ ഇത് ചെറിയ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ദീർഘകാല നിക്ഷേപകർ ഈ വിലക്കുറവിനെ എങ്ങനെ കാണുമെന്നാണ് വിപണി ഉറ്റുനോക്കുന്നത്. എന്തുകൊണ്ടാണ് സർക്കാർ ഇപ്പോൾ പെട്ടെന്ന് ഇത്രയധികം ഓഹരികൾ വിൽക്കുന്നത്? ഇതിന് പിന്നിൽ പ്രധാനമായും 2 ലക്ഷ്യങ്ങളാണുള്ളത്. സെബി മാനദണ്ഡങ്ങൾ, അതായത് ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളിൽ പൊതുജന പങ്കാളിത്തം നിശ്ചിത ശതമാനമായി ഉയർത്തണമെന്നാണ് ചട്ടം. ഇതിനായി സെബി LICക്ക് നൽകിയിരിക്കുന്ന സമയപരിധി 2027 മെയ് മാസമാണ്. നിലവിൽ സർക്കാരിന്റെ കൈവശം 96.5% ഓഹരികളാണുള്ളത്. ഈ വിൽപ്പന പൂർത്തിയാകുന്നതോടെ സർക്കാരിന്റെ ഓഹരി പങ്കാളിത്തം 90% കുറയും. കമ്പനിയുടെ ഭരണം സർക്കാരിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെ പൊതുപങ്കാളിത്തം വർദ്ധിപ്പിക്കാനാണ് ഈ നീക്കം. മറ്റൊന്ന് സർക്കാരിന്റെ ധനസമാഹരണം. നടപ്പു സാമ്പത്തിക വർഷത്തെ കേന്ദ്ര സർക്കാരിന്റെ പൊതുമേഖലാ ഓഹരി വിറ്റഴിക്കൽ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ ഈ 31,000 കോടി രൂപയുടെ ഇടപാട് നിർണായകമാണ്. വിപണി വിദഗ്ധരുടെ വിലയിരുത്തലനുസരിച്ച് ഈ ഒറ്റ കച്ചവടത്തിലൂടെ സർക്കാരിന്റെ ഈ വർഷത്തെ നിക്ഷേപ ലക്ഷ്യങ്ങളുടെ 3/4 കൈവരിക്കാൻ സാധിക്കും. മുൻപ് LIC ഓഹരികൾക്ക് 1:1 അനുപാതത്തിൽ ബോണസ് ഓഹരികൾ നൽകിയിരുന്നത് ചില്ലറ നിക്ഷേപകർക്ക് ഓഹരി വില കൂടുതൽ പ്രാപ്യമാക്കാൻ സഹായിച്ചിരുന്നു. ചുരുക്കത്തിൽ ഇന്ത്യൻ ഓഹരി വിപണിയിലെ എക്കാലത്തെയും വലിയ പൊതുമേഖലാ ഓഹരി വിൽപ്പനകളിലൊന്നായി ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഈ ഓഹരി വിൽപ്പനയുടെ ഔദ്യോഗിക തീയതിയും വിലനിർണ്ണയവും സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ ശക്തിപ്പെടുത്തുന്നതിനൊപ്പം നിക്ഷേപകർക്ക് മികച്ച അവസരങ്ങൾ തുറന്നു നൽകുന്നതുമാണ് LICയുടെ ഈ പുതിയ ഓഹരി വിൽപ്പന. ഹ്രസ്വകാലത്ത് വിപണിയിൽ ചെറിയ ചാഞ്ചാട്ടങ്ങൾ ഉണ്ടാകാമെങ്കിലും LICയുടെ ബിസിനസ് കരുത്തിൽ വിശ്വാസമർപ്പിക്കുന്ന ദീർഘകാല നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സുപ്രധാന വഴിത്തിരിവാണ്.